റിഷാന, നിങ്ങളെന്താ അടുക്കള ഭാഗത്തുനിന്നൊക്കെ വരുന്നത്? ഞാൻ അവിടെ തന്നെ നോക്കി കണ്ടില്ല. പിന്നെ ഞാനൊന്ന് ആ പട്ടാമ്പി പോയിട്ട് വരാം. നിൽക്കട പറഞ്ഞാൽ മതി. അല്ലേ പട്ടാമ്പിക്കും പാലക്കാടുക്കും ഒക്കെ പോകണം നേരം ആ പെങ്ങന്മാരത്തൊക്കെ ഒന്ന് പോയിട്ടാണ് ആ മുന്തസിൻ്റെ അടുത്തൊക്കെ നെസിൻ്റെ അടുത്തൊക്കെ. ആ പെങ്ങന്മാര് ആൾക്ക് വേറൊന്നും ആൾക്ക് ഇപ്പോഴും പടിഞ്ഞില്ലല്ലേ? എനിക്ക് പടിയാന്നിട്ട് പിന്നെന്താണ്? നിങ്ങൾക്ക് 2-3 മാസം ഇവിടെ നാട്ടിൽ നിന്നിട്ടുണ്ട് പോയാൽ മതി. ഇനി ഓല വായ ഇരിക്കുന്നത് കേൾക്കുന്നത് ഞാനാ. അല്ലെങ്കിൽ തന്നെ അമ്മി വാപ്പി മരിച്ചതിന് ശേഷം ആങ്ങളെ തിരിഞ്ഞു നോക്കണില്ല എന്ന് പോലും പറഞ്ഞത്. ഇനിയിപ്പോ ഇതും കൂടി ആവുമ്പോ ചെന്നാണ്. അതെ, അവർ പറയാനുള്ള അവിടെ പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് വന്നിട്ട് ചിലക്കണ്ട, ഇങ്ങോട്ട് വരണ്ടാന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ചിലക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അതിപ്പോൾ വീടാണ്, ആങ്ങളുടെ വീടാണ്, ഒക്കെ ശരിയാണ്, സമ്മതിച്ച് വരാ പോവാ. അല്ലാതെ ഇവിടെ വന്നിട്ടോ കൂടുതൽ നാവാടിയിട്ടുള്ള വർത്തമാനങ്ങൾ വേണ്ട. അതൊക്കെ ഒരു കാലത്ത് നമ്മൾ സമ്മതിച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ ഒക്കെ പടിഞ്ഞിരിക്കണം എനിക്ക്. എനിക്കേ അവിടെ ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് സ്വർണ്ണം അങ്ങനെ പൊട്ടിക്കണതല്ല ജോലി. ഞാൻ അവിടെ ഒരു സാധാരണ ഹോട്ടലിൽ ജോലി ചെയ്യാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ, ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പോൾ ആൾക്കാരുടെ വിചാരം ഞാൻ അവിടെ സ്വർണം കൊയ്യാൻ പോയിരിക്കുകയെന്നാണ്. ആൾക്കാരുടെ പോട്ടെ, അവനാൻ്റെ പെങ്ങന്മാരാണല്ലോ. ഞാൻ ആകെ ഒരാങ്ങളല്ലേ ഉള്ളൂ. ആ പെങ്ങന്മാർക്കൊന്ന് മനസ്സിലാക്കണ്ടേ? പോട്ടെ, പെങ്ങന്മാർക്ക് പോത്ത് പോലത്തെ 2 ചെക്കന്മാരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവണ്ടേ? അതിൽ ഒരുത്തൻ ഗൾഫിലാണല്ലോ. ഓനറിയാലോ അവിടുത്തെ കഷ്ടപ്പാടും സംഭവങ്ങൾ എന്താണെന്നുള്ളത്. എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കുക. ആ മാമ എന്താണ് വിശേഷം? അവർക്ക് ഒരു പരിപാടിയില്ല. അവിടുന്ന് അപ്പം അധികം കിലോമീറ്ററൊന്നും ഇല്ലല്ലോ. ഒന്ന് വരണ, ഒന്ന് വന്ന് നോക്കണ്ടേ എന്താണ് വിശേഷം? അല്ലെങ്കിൽ ഇടയ്ക്കൊന്നൊരു വാട്സപ്പിൽ ഒരു കോൾ ചെയ്യേ, അല്ലാച്ചെങ്കിൽ ഒരു വോയിസ് അയക്കുകയെ, ഒരു മെസ്സേജ് അയക്കുകയെ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയെ. ഇതൊന്നുമില്ല. ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയപ്പോൾ അവിടെ ഇല്ല. ആ സമയത്ത് എന്നാൽ വന്നു കഴിഞ്ഞാൽ മാമൻ വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചന്വേഷിച്ചൂടെ എന്തിനായിരുന്നു വന്നിരുന്നത്, എന്താണ് വിശേഷം, സുഖമല്ലേ? ഇതൊക്കെ ഇങ്ങോട്ടും ആവാ. ഇതൊരു സൈഡിലേക്ക് മാത്രമല്ല, ഒരു പാലട്ട അപ്പുറത്തേക്കും കിടക്കാം ഇപ്പുറത്തേക്കും കിടക്കാം. ഞാനത് പഠിച്ചിരിക്കുന്നു മോളെ. ഇനിയും പഠിക്കില്ല. ഇങ്ങനെ കേട്ടിട്ട് നിന്നോ അതന്നെ. അല്ലാതെ ഞാനെന്താ പറയുന്നത്? ഓല എളാപ്പാടെയും മൂത്താപ്പാടെയൊക്കെ പോയി പറഞ്ഞതൊന്നും അല്ലട്ടാ. ഇതിനപ്പുറം ഓല് വിളിച്ച് പറയും. എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും ചിലവിലല്ലേ ഇജും കുട്ടികളും ഇവിടെ കഴിയണല്ലേ? ഞാൻ പൈസ അയച്ചിട്ടല്ലേ അല്ലേ? എളാപ്പാനോടും മൂത്താപ്പാനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നോട് നാവാടാൻ വരില്ലല്ലോ, എന്നോട് ചിലക്കാൻ വരില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അപ്പം ഞാൻ പറയും എൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നുള്ളത്. ഞാൻ പറയുന്നറിയാം. ഇതുവരെ ഞാൻ പറയാതെ കഴിച്ചു വിട്ടു. എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, എന്ത് പറഞ്ഞാലും അവൻ സഹിക്കും എന്നുള്ള നിലയ്ക്ക്. ഞാൻ ആകെ ഒരു ആങ്ങളേ ഉള്ളൂ ഈ പെങ്ങന്മാർക്ക്. 2നെയും കല്യാണം കഴിച്ചു കൊടുത്തതേ ഞാൻ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പിന്നെ വാപ്പാൻ്റെ ഉണ്ടായിരുന്നു. ശരി, അല്ല ഇതാണ് ഞാൻ പറയുന്നത്. പ്രവാസികളുടെ എല്ലാവരും സ്ഥിതി തന്നെ. ഈ കാര്യത്തിന് ഇഞ്ചി സോപ്പ് ഇട്ടിട്ട് കാര്യമില്ല. വിട്ടാളെ, ഞാൻ പോവില്ല പറഞ്ഞാൽ പോവില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന്. എന്തിനാണ് അതിൻ്റെ പോണ്ട കാര്യം എന്താ ഉള്ളത്? പെങ്ങന്മാർ, ഈ പെങ്ങന്മാരോടെ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ മാസമല്ലേ വീട് ജപ്തിയായത്. അതിൻ്റെ മുമ്പ് അവർ ഒരു സ്വർണ്ണം എന്തെങ്കിലും ഒന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ റുക്കിയാത്താനെയും വിളിച്ച് നസീമാനെയും വിളിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയ സ്വർണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. അവർ മരുമക്കളുടെ അടുത്തുകൊണ്ട് സ്വർണ്ണം. അത് നമുക്ക് ചോദിക്കണ മാനക്കേടാണ്. ചോദിച്ചിട്ടുമില്ല, ഞാൻ ചോദിക്കില്ല, അത് തരണ്ട. പക്ഷെ പെങ്ങന്മാരുടെ അടുത്ത് സ്വർണ്ണം ഉണ്ടല്ലോ. ഇതറിയണ അളിയന്മാർ 2 ആൾക്കാരില്ലേ, അവർക്കൊന്ന് പറയാലോ, ഒന്ന് സഹായിക്കാം, നമ്മളതിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. മൂത്ത ചെക്കനെ എൻജിനീയറിങ്ങിന് അഡ്മിഷന് വേണ്ടിയിട്ട് 2 ലക്ഷം ഉറുപ്പിയാണ് ഞാനത് കൊടുത്തത്. മനസ്സിലായ? അതെനിക്ക് അറബി ഫ്രീ ആയിട്ട് തന്ന പൈസ അല്ല, ഞാൻ അധ്വാനിച്ചതാണ്. അപ്പം എൻ്റെ വീട് ജപ്തിയായപ്പോൾ ഒന്ന് സഹായിക്കാനുള്ളൊരു മനസ്സ് എൻ്റെ പെങ്ങന്മാർക്കും ഉണ്ടാവണം. അത് ഏത് വീട്ടിലായാലും ആർക്കായാലും വേണം. ഇതിപ്പോൾ ഞാൻ പ്രവാസി ആയതുകൊണ്ടോ അറബി നാട്ടിൽ പോവും, അവിടുന്ന് കഷ്ടം പോലെ കാശും സമ്പാദിച്ച് വരിക എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. മനസ്സിലായ? എനിക്ക് സൗകര്യമല്ലേ പോവാൻ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ടേ പട്ടാമ്പി പോയിട്ട് വരാം. പിന്നെ ഇതിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കണ്ട. അവരിഞ്ഞ് വരികയാണെന്നെങ്കിൽ എന്നോട് ഈ വക വർത്താനം പറയണ്ട. നിങ്ങൾ ആംഗ്ലേനായിട്ട് സംസാരിച്ചോളി എന്നിട്ട് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റാത്ത? അനക്ക് പറയാൻ പറ്റണം. പൊന്നാര മോളെ, നമ്മൾ സംസാരിക്കേണ്ടടത്ത് നമ്മൾ സംസാരിക്കണം. ഞാൻ ഇതുവരെ എങ്ങനെയായിരുന്നില്ല അല്ലല്ലോ, ഇങ്ങനെയായിരുന്നു ഞാൻ. ഞാൻ ആരോടൊന്നും മിണ്ടാതെ എല്ലാം കേട്ടും സഹിച്ചു നിന്ന്, എന്തും ചെയ്തു കൊടുത്തിട്ട് എന്ത് പറഞ്ഞാലും പൈസ അയച്ചു കൊടുക്കുക, എന്തിനും ഇങ്ങനെ കൂടെ നിന്ന്. ഇപ്പം എനിക്ക് പടിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴേ ഇവരാരും എന്നെ സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്കുണ്ട് കുട്ടികൾ വലുതാവുണ്ടല്ലോ. എനിക്ക് ഉമ്മക്ക് വലിയൊരു പെൺകുട്ടി വലുതാവണ്, അതിനെ കെട്ടിച്ചു കൊടുക്കണ്ടേ? ഇവരാരെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടാ? ഞാൻ പറയുന്നില്ല, അനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതാണ്. ഞാൻ പോയിട്ട് വരാം. എന്താ ചെയ്തോളൂ? ഇങ്ങനെ കൊണ്ട് പറഞ്ഞാൽ മതി.
ആ ഞാനേ അധിയനെ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് ആ കോയാക്കൊക്കെ ഉണ്ട്. ഇനി മൂപ്പരോട് വർത്താനം പറയാൻ നിൽക്കണ്ടേ, രുതിയനെ പോട്ടെ. മാറിക്ക് മാറിക്ക് മാറിക്ക്. അല്ലാ